Ready? An animal that resembles your personality. ikkada personality na resemble cheyna oru animal. കുതിരയാണോ? കുതിരേ? എന്താ? നല്ല ഓട്ടം എപ്പോഴും. Your 3 AM call person. Swiggy. അല്ല ഞാൻ ആ സമയത്ത് ഒരു സിനിമ കാണുന്നുണ്ടാവും. ഓ രാത്രി നൈറ്റ് പേഴ്സൺ ആണപ്പോ? അതെ. ഒരു കാലത്ത് എൻ്റെ അടുത്ത് ഒരു ടീച്ചർ പറഞ്ഞിട്ട് മോനെ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്ക് ബെഞ്ചറാണ്. അതെ. ഒക്ടോബർ 16 പെറ്റ് ഡിറ്റക്റ്റീവ് തിയേറ്ററുകളിലേക്ക്. Hi guys, so welcome to Chit Chat featuring നമ്മുടെ സ്വന്തം ഷറഫുക. ഒക്ടോബർ 16 തീയതി പെറ്റ് ഡിറ്റക്റ്റീവ് റിലീസ് ആകാണ്. അപ്പോഴാണ് ചേട്ടാ ഒരു ബോർഡ് വെച്ചിട്ട് ബാക്കിൽ ബോർഡിലില്ല നമ്മൾ മാക്സിമം മാർക്കറ്റിംഗ് ആണ് നമുക്ക്. ഒറ്റയ്ക്കൊന്നും കൊണ്ട് പോകണ്ട. ഇതിങ്ങനെ വൈറലായ എനിക്ക് കണ്ടന്റ് ഇല്ലാതെ. അപ്പൊ ഞാൻ പറയട്ടെ, ബോർഡ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ അതിന്റെ ഇടയിൽ ബോർഡ് വരട്ടെ. അപ്പൊ ബോർഡ് വരുന്നത് വരെ ഞാൻ എനിക്ക് ഗെയിം എക്സ്പ്ലെയിൻ ചെയ്തത്. ശരി. എന്റെ മുമ്പിൽ 2 ബൗൾ ഉണ്ട്. ഇതിൽ ഒരു ബൗളിൽ കംപ്ലീറ്റ്ലി അബൌട്ട് പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്, അബൌട്ട് സിനിമയാണ്. മറ്റേ ബൗളിൽ സിനിമ അല്ലാതെ എന്തും ഉണ്ടാകാം. അങ്ങനെയാണ്. അപ്പം ഇതിൽ നിന്ന് യു ക്യാൻ ചൂസ് 3 ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് യു ക്യാൻ ചൂസ് 3 ക്വസ്റ്റ്യൻസ്. സിമ്പിൾ. ബോർഡ് എത്തിയിട്ട് നമുക്കിത് ഗെയിം തുടങ്ങാം. അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ, ഒരെണ്ണം ഇരിക്കല്ലേ. കട്ട് ചെയ്യണ്ടാ. ആദ്യമായിട്ടാണ് സോപ്പ് എടുത്ത് മാറ്റുന്നത് ഞാൻ കാണുന്നത്. പിന്നെ അപ്പൊ ഇക്ക ഗെയിം മനസ്സിലായല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് അറിയില്ല ഇതിൽ ഏതിലാണ് സിനിമ, ഏതാണ് ഔട്ട് ഓഫ് സിനിമ. അത് കുഴപ്പമില്ല, ഞാൻ എടുക്കാം. ഞാൻ ഉറക്കം വായിക്കട്ടെ. Yeah. So first question about cinema related ആയിട്ട് ആണ് വന്നിരിക്കുന്നത്. An animal that resembles your personality. ikkada personality na resemble cheyna oru animal. പെട്ടെന്ന് ഉത്തരം പറയണം. റാപ്പിഡ് ആണോ? അങ്ങനെ റാപ്പിഡ് ആണോ? ഫയർ ആയിരുന്നല്ലേ? ഓക്കേ ഓക്കേ. ഫയർ ആണ്. ഓക്കേ 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 ഓക്കേ. സിംഹം. അല്ല ഞാൻ കുതിരയാണോ? കുതിരേ? എന്താ? നല്ല ഓട്ടം എപ്പോഴും. ഓക്കേ. ഹോഴ്സ്. ഓക്കേ. അടുത്തത് എടുത്തോ. പെറ്റ് ഡിറ്റക്റ്റീവ് സിനിമയിൽ നിന്ന് യുവർ ഫേവറേറ്റ് പെറ്റ്. പെറ്റ് ഡിറ്റക്റ്റീവ് അതാണ് ആ സിനിമയുടെ സസ്പെൻസ്. അപ്പം പെറ്റ് ഡിറ്റക്റ്റീവ് സിനിമയിൽ നിന്ന് ഇക്കയുടെ ഫേവറേറ്റ് അനിമൽ ഏതാണെന്ന് അറിയാനായിട്ട് യു ഹാവ് ടു വെയിറ്റ് ടിൽ ഒക്ടോബർ 16. അതെ. ഒക്ടോബർ 16 പെറ്റ് ഡിറ്റക്റ്റീവ് തിയേറ്ററുകളിലേക്ക്. യുവർ ഐഡിയ ഓഫ് ഹാപ്പിനെസ്. അത് ഇതെന്നല്ലേ എടുത്തത്? അതെ. ഓക്കെ. അപ്പൊ ഔട്ട് ഓഫ് സിനിമയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. യുവർ ഐഡിയ ഓഫ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്താണ്? ഈ എല്ലാത്തിലും സന്തോഷം വേണം. എനിക്ക് എൻ്റെ സ്വസ്ഥമായിട്ട് എൻ്റെ സുഖം എനിക്ക് വേറൊരാളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ പെട്ടെന്ന് പോകുന്നതായിരിക്കും. അതിന് ഞാൻ ശരിക്കും ദുഃഖത്തിൻ്റെ കാരണങ്ങൾ മാനസികമായിട്ട് തേടുന്ന ആളാണ്. അപ്പൊ ഇക്കൊക്കെ ഹാപ്പി ആയിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കര ചില്ലായിട്ടിരിക്കുന്ന ആളല്ല. അപ്പം ഞാൻ ശരിക്കും എന്തെങ്കിലും ഒരു സങ്കടകരമായ കാര്യം എവിടെയാണെന്ന് എൻ്റെ മനസ്സറിയാതെ തേടുന്നുണ്ടാവും. അപ്പം അത് കാണുമ്പോൾ അതിനോട് ഇത് ചെയ്യുന്നുണ്ട് കൂടുതലും. ശരിക്കും ഒക്കെ തമാശ പറയും, എന്നാലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാത്തിലും ഒരു ഹാപ്പിനെസ് വന്നാൽ പൊളിയായിരിക്കും എനിക്ക്. സോ ബേസിക്കലി യു ആർ എ വെരി എംപത്തറ്റിക് പേഴ്സൺ. യെസ്. ഓക്കേ. അടുത്തത് യുവർ 3 AM call person. സ്വിഗ്ഗി. എന്താ ഓർഡർ ചെയ്യാൻ രാത്രി? ബർഗർ. ബർഗർ പേഴ്സൺ ആണ്. അല്ല ഞാൻ ആ സമയത്ത് ഒരു സിനിമ കാണുന്നുണ്ടാവും. രാത്രി നൈറ്റ് പേഴ്സൺ ആണപ്പോ? അതെ. എവിടെയാ കൊച്ചിയിൽ ഏറ്റവും അടിപൊളി ബർഗർ ഇക്കൊക്കെ ഇഷ്ടമുള്ള കിട്ടുന്നത്? എനിക്ക് വോയേജർ ബർഗർ. അവിടുത്തെ ബർഗർ ജംഗ്ഷൻ. ഏത് ബർഗർ? അതിന്റെ പേര് എനിക്ക് അവിടുത്തെ ചിക്കൻ ബീഫ് രണ്ടും കഴിക്കാറുണ്ട്. അവിടുത്തെ മെയിൻ ബർഗർ ഉണ്ട്. പിന്നെ ബർഗർ സ്പോട്ടിലെ ബർഗർ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്ന ബർഗർ അതാണ്. അടുത്തെടുത്തു ഞാൻ. അബൌട്ട് യുവർ സ്കൂൾ ടൈം, ഫ്രണ്ട് ബെഞ്ചേഴ്സ് ഓർ ബാക്ക് ബെഞ്ചേഴ്സ്? ഞാൻ ബാക്ക് ബെഞ്ചറാണ്. ബാക്ക് ബെഞ്ച് ഭയങ്കര സുഖമായിരുന്നു. ഒരു കാലത്ത് എൻ്റെ അടുത്ത് ഒരു ടീച്ചർ പറഞ്ഞിട്ട് മോനെ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശല്യം തീരാൻ വേണ്ടി. ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ല, മോൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബൌട്ട് യുവർ ഹീറോ ഹീറോയിൻ. അനുപമ പരമേശ്വരൻ ഭയങ്കര അടിപൊളിയാണ്.
നിങ്ങൾ ഒരുമിച്ച് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ചിട്ടയുള്ള ആളാണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. അവർ ഇവിടുന്ന് 2015 പ്രേമം കഴിഞ്ഞിട്ട് വലിയ ഒരു സിനിമയൊന്നും പിന്നീട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടുന്ന് പോയിട്ട് അവിടെ ഒരു ലാംഗ്വേജ് പഠിച്ച് അവിടെ സ്ട്രഗിൾ ചെയ്ത് അവിടെ വലിയ പൊസിഷനിലേക്ക് എത്തി. ഇപ്പം അവിടെ ഒരു മെയിൻ 100 CR പടം ഒക്കെ ഷോൾഡർ ചെയ്യുന്ന ലെവലിലുള്ള ഒരു ഹീറോയിനായിരുന്നു. ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആണ് അനുപമയുടെ. അപ്പൊ ഈ സൗത്ത് ഇന്ത്യത്തെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു വലിയ ആക്ട്രസിനെയാണ് പെഡിക്റ്റീവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ. അത് നിങ്ങളുടെ ഒരു പഴയ സൗഹൃദത്തിന്റെ ഒരു പേരിലും കൂടെ ഷീക്കയും അങ്ങനെ കൂടെ ആയിരിക്കും. അത് ശരിക്കും അനുപമയുടെ അടുത്ത് ചോദിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അനുപമ വരാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നതിന്റെ റീസൺ ആ റിലേഷനാണ്. പഴയ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണെന്നുള്ള റിലേഷനാണ്. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് അവർ റാപ്പിഡ് ഫയർ. എടുത്തില്ലേ 3 എണ്ണം? അതൊന്നും 3 എണ്ണം ഇതൊന്നും എടുത്തിട്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ്. അല്ല ഗിഫ്റ്റ് ഒന്നുമില്ലേ? അല്ല അത് വേണ്ട. കാഡ്ബറീസ് അല്ലേ? അത് വേണ്ട. ഷുഗർ കട്ട. ഓ, വേറെന്താ ഗിഫ്റ്റ് കൊടുക്കുക? അല്ല ഈ പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും സാധനം ഫ്രീ ആയിട്ട്. ഞാൻ പറയാം, ഞാൻ 16-ാം തീയതി സിനിമ കണ്ടിട്ട് ഞാൻ എന്നെ ഓണസ്റ്റ് ഗുഡ് റിവ്യൂ പറയും. അതൊക്കെ. എന്നാൽ ഈ പരിപാടിയുടെ ഗിഫ്റ്റ് അടുത്ത തവണ ഞാൻ അങ്ങനെ ശീലിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്തിട്ട് നല്ല പെർഫ്യൂം ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് വന്നു. ആണോ? അടുത്ത തവണ ഞാൻ സെറ്റ് ആക്കാം. നെക്സ്റ്റ് പടത്തിൽ നമ്മൾ ചിറ്റ് ചാറ്റിന് ഇരിക്കുമ്പോൾ ഫോർ ഷുവർ ഐ ബി ഹാവിംഗ് എ ഗിഫ്റ്റ്. ഓക്കെ, ബൈ. അടിപൊളിയാവട്ടെ പ്രോഗ്രാം കേട്ടോ. ബൈ.